കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആർക്കാണ്? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ചാൻസലറായ തനിക്കാണെന്നാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറയുന്നത്. കോടതികളടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ സർവകലാശാലകളുടെ മേൽനോട്ടം വഹിക്കാനുള്ള ഗവർണറുടെ ഉത്തരവാദിത്തവുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായത്തിന്റെ പോലും ആവശ്യമില്ലെന്നാണ് ഗവർണറുടെ പക്ഷം. ഇതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഭരണഘടന ഗവർണർമാരെ അതത് സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിക്കുന്നതിനാൽ അധികാരം തനിക്ക് തന്നെയാണെന്നാണ് ഗവർണർ വാദിക്കുന്നത്. ഇപ്പോൾ UGC കൊണ്ടുവന്നിരിക്കുന്ന നിയമപ്രകാരം കൂടുതൽ അധികാരം ഗവർണർക്കായിരിക്കും ലഭിക്കുക. VCമാരെ നിർണ്ണയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി, UGCയുടെ പ്രതിനിധി, യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഇതിൽ UGCയുടെയും യൂണിവേഴ്സിറ്റിയുടെയും പ്രതിനിധികൾ വരുമ്പോൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകളെ തലപ്പത്തെത്തിക്കാൻ അവർക്ക് സാധിക്കും. ചെറുപ്പം മുതലേ രാഷ്ട്രീയ സ്വയം സേവക് സംഘം അംഗവും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി അംഗവുമായ ആർലേക്കർ ഇത്തരത്തിലുള്ള പുതിയ തീരുമാനം കൊണ്ടുവരുന്നതിൽ അത്ഭുതപ്പെടാനുമില്ല. ചുരുക്കി പറഞ്ഞാൽ വഴി ഏത് തന്നെയായാലും കേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ പ്രകാരം സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ സർവകലാശാലകളിലും ഗവർണർ ചാൻസലർ ആയിരിക്കുമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. ഗവർണർക്ക് ചാൻസലർ പദവി കിട്ടിയത് കേരള സംസ്ഥാന നിയമസഭ നിയമം നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ്. നിയമം ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയതുപോലെ തന്നെ ഗവർണർ അല്ലാതെ മറ്റൊരാളെ ചാൻസലറാക്കാനും അതേ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട്. ആരാണ് ചാൻസലർ എന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർവകലാശാലകളിൽ പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുമുണ്ട്. അതേ അധികാരം സംസ്ഥാന നിയമസഭകൾക്കുമുണ്ട്. അത് ഏറ്റെടുക്കാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ സുപ്രീം കോടതി വിധി വഴിയും അധികാരവും നൽകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം മുഴുവൻ കൈപ്പിടിയിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ പുതിയ തന്ത്രങ്ങൾ മാത്രമാണ് ഇവയൊക്കെയും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതിയാണ് UGCയുടെ 2025 ചട്ടഭേദഗതിയുടെ കരടിലുള്ളതെന്ന് വ്യക്തമാണ്. പുതിയ തന്ത്രങ്ങളിലൂടെ ഗൂഢനീക്കങ്ങൾ തന്നെയാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. UGCയും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ, വർഗീയവൽക്കരണ കേന്ദ്ര നയങ്ങളുടെ തുടർച്ച തന്നെയാണ് പുതിയ നിർദ്ദേശങ്ങൾ. വൈസ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം പോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റുന്ന പുതിയ മാനദണ്ഡങ്ങൾ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണെന്ന് മുഖ്യമന്ത്രി ആദ്യമേ വ്യക്തമാക്കിയതാണ്. ഗവർണറുടെ പ്രവർത്തനങ്ങൾ മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണമെന്ന ഭരണഘടനാ കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഇല്ലാതാക്കാൻ പോകുന്നതെന്നും സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിനോടുള്ള വെല്ലുവിളി കൂടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സർവകലാശാലയുടെ തലപ്പത്ത് ആർക്കും വന്നിരിക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മുൻ ഗവർണറുടെ വിചിത്രമായ തീരുമാനങ്ങളും നടപടികളും എത്തരത്തിൽ പ്രതിഫലിച്ചുവെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ടുള്ള യാത്രയ്ക്കാണ് നമ്മുടെ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തുടക്കമിട്ടിരിക്കുന്നത്. നിയമമനുസരിച്ച് ഭരണതലപ്പത്ത് ആരെയും കയറ്റിയിരുത്താമെന്നത് ഭരിക്കാൻ സംഘപരിവാർ മുന്നണിയിലുള്ളവരെ എത്തിക്കാനുള്ള കുറുക്കുവഴിയാണെന്നതിന് സംശയമില്ല.